14ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. 139 നിയമസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വിവരങ്ങളുമായി ന്യൂസ് റൂമിൽ നിന്ന് KG ദിനകർ ചേരുന്നു. ദിനകർ, നിയമസഭാ സാമാജികരുടെ സത്യപ്രതിജ്ഞ മാത്രമായിരുന്നില്ലേ ഇന്ന് കാര്യപരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നത്? തീർച്ചയായും അരുൺ, 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഉണ്ടായിരുന്നത്. 140 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 9 മണിയോടുകൂടിയാണ് പ്രോടൈം സ്പീക്കർ S. ശർമ്മ മുൻപാകെ 140 പേരും സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച സത്യപ്രതിജ്ഞ ചടങ്ങ് അവസാനിച്ചത് 11:40 2 മണിക്കൂറും 40 മിനിറ്റും സത്യപ്രതിജ്ഞ ചടങ്ങ് നീണ്ടു നിന്നു. ഇതിൽ 91 പേർ ഭരണപക്ഷത്തു നിന്നും 47 പേർ പ്രതിപക്ഷത്തു നിന്നും 2 പേർ, ഒരാൾ BJP-യിൽ നിന്നും മറ്റൊരാൾ PC ജോർജ് സ്വതന്ത്രാംഗം പൂഞ്ഞാറിൽ നിന്നും വിജയിച്ചെത്തിയ PC ജോർജ് ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ 2 പേർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമില്ലാത്ത 2 പേരും കൂടി ഉണ്ട് എന്ന ഒരു സവിശേഷത കൂടി ഇത്തവണ ഉണ്ട്. BJP അംഗം രാജഗോപാൽ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJP-യുടെ അംഗവും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, MLA ആയി എന്നുള്ള ഒരു സവിശേഷത കൂടി ഉണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക. നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് മാത്രമാവും ഉണ്ടാവുക. നിയമസഭാ സ്പീക്കറായി LDF-ൽ നിന്നും P. ശ്രീരാമകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF-ൽ നിന്നും VP സജീന്ദ്രൻ ആവും മത്സരിക്കുക. LDF-ന് വിജയം ഉറപ്പാണ്. അതുകൊണ്ട് കേവലം സാങ്കേതിക മാത്രമായിരിക്കും മത്സരം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവുകയുമില്ല നാളെ. അതിനുശേഷമായിരിക്കും പിന്നീടായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതും വ്യക്തമാണ്. അതിനുശേഷം 24-ാം തീയതിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സഭാ സമ്മേളനം വീണ്ടും ആരംഭിക്കുക. എന്തായാലും 140 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 44 പേർ പുതുമുഖങ്ങളാണ് എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. 83 പേർ കഴിഞ്ഞ നിയമസഭയിലും അംഗങ്ങളായിരുന്നവരാണ്. 2 മുൻ മുഖ്യമന്ത്രിമാർ കൂടി സഭയിൽ ഉണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും സഭയിൽ ഉണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം 8 വനിതാ അംഗങ്ങളാണ് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 പേർ പുതുമുഖങ്ങളാണ്. വീണ ജോർജ്, പ്രതിഭ ഹരി, CK ആശ, വൈക്കത്തു നിന്നുള്ള MLA CK ആശ എന്നീ 3 പേരാണ് വനിതകളിൽ പുതുമുഖങ്ങളായിട്ട് ഉള്ളവർ. UDF-ൽ നിന്നും ഒരു MLA പോലും വനിതാ MLA ഒരാൾ പോലും ഇല്ല എന്നുള്ള സവിശേഷത കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. ചലച്ചിത്രതാരം മുകേഷും KB ഗണേഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ സഭയിലുണ്ട് എന്നുള്ളതും ഈ സഭയുടെ ഒരു സവിശേഷതയായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു സഭ കൂടി എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അരുൺ. KG ദിനകർ ന്യൂസ് റൂമിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തലശ്ശേരിയിൽ ബാങ്ക് ജീവനക്കാരി വെടിയേറ്റ് മരിച്ചു. IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റുവെന്നാണ് സൂചന. തലശ്ശേരി IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ വെടിയേറ്റ് മരിച്ചത്. ലോക്കറിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഹരീന്ദ്രൻ തോക്ക് പരിശോധിക്കുന്നതിനിടെ ബാങ്കിനുള്ളിലുണ്ടായിരുന്ന വിൽനയ്ക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയ്ക്കാണ് വെടിയേറ്റത്. ഉടൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പുന്നോൾ സ്വദേശി വിനോദിന്റെ ഭാര്യയാണ് വിൽന. മേലൂർ സ്വദേശിനിയാണ്. 1 മാസം മുൻപാണ് വിൽന ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗുജറാത്ത് കലാപത്തിനിടെയുണ്ടായ ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിലെ 24 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി. 36 പേരെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 6-ന് പ്രഖ്യാപിക്കും. മുഖ്യ സൂത്രധാരൻ എന്നാരോപിക്കപ്പെട്ട BJP നേതാവ് ബിപിൻ പട്ടേലിനെ കോടതി വെറുതെ വിട്ടു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയുടേതാണ് വിധി. മുൻ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രി അടക്കം 69 പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ജഫ്രിയുടെ ഭാര്യ സഖ്യ ജഫ്രി പ്രതികരിച്ചു. സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, 7 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിലാണ് ഈ വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. അരുൺ, 2002 ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്കിടെ ഉണ്ടായ ഏറ്റവും അതിദാരുണമായ സംഭവമായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല. ഈ കേസിൽ കഴിഞ്ഞ 2009 മുതൽ ആരംഭിച്ച വിചാരണയ്ക്കാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. അഹമ്മദാബാദ് പ്രത്യേക കോടതി ജഡ്ജി PB ദേശായി വിധി പ്രഖ്യാപിച്ചു. വിധിന്യായത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ 66 പ്രതികളാണ് ആകെയുള്ളത്. ഇതിൽ 36 പ്രതികളെയും വെറുതെ വിട്ടു. 5 പ്രതികൾ വിചാരണയ്ക്കിടെ നേരത്തെ മരിച്ചിരുന്നു. 24 പേർ മാത്രമാണ് കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 11 പേർക്കെതിരെയുള്ള കൊലക്കുറ്റം കോടതി ശരിവച്ചിട്ടുണ്ട്. ബാക്കി 13 പേർ ഒപ്പമുണ്ടായിരുന്നു എന്നാണ് കോടതി
വിധിന്യായത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP നേതാവ് വിപിൻ പട്ടേലിനെ വെറുതെ വിട്ടതാണ്. വിപിൻ പട്ടേൽ ആയിരുന്നു ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് മാത്രമല്ല, ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് 20,000-ഓളം വരുന്ന ആൾക്കൂട്ടവുമായി ചെന്നതും അതിനെ നയിച്ചതും വിപിൻ പട്ടേലാണ് എന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഇത് കണ്ടെത്തുകയും ചെയ്തതാണ്. പക്ഷേ സാക്ഷിമൊഴികളുടെ അഭാവവും തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിയാത്തതും കൊണ്ട് ഈ പ്രതികളെ വെറുതെ വിട്ടു എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. കോടതി വിധിന്യായത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ഇല്ല എന്നതാണ്. ഗൂഢാലോചന കുറ്റം ഈ കേസിൽ നിലനിൽക്കില്ല എന്നത്. അതായത് ഒരു വലിയൊരു സമൂഹം പ്രത്യേകമുണ്ടായ വികാരാവകാശത്തിൽ ചെയ്ത കൂട്ടക്കൊല എന്ന രീതിയിലേക്കാണ് വിധിന്യായം പോകുന്നത്. എന്തായാലും വിധിന്യായത്തിനെതിരെ അന്ന് കൊല്ലപ്പെട്ട കോൺഗ്രസ് MP ഇൻഷാൻ ജാഫ്രിയുടെ ഭാര്യ സാക്രിയ ജാഫ്രി അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. പകുതി നീതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. വെറുതെ വിട്ടതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജോമോൻ പുത്തൻപുരയ്ക്കൽ. കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. ജിഷയുടെ കൊലപാതകത്തിൽ പെരുമ്പാവൂരുള്ള ഉന്നത കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട് എന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉത്തരവിട്ട പ്രകാരമാണ് ADGP സന്ധ്യ ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കും. ഈ പരാതിയിൽ പറഞ്ഞ നേതാവ് ആരാണെന്നും നേതാവിൻ്റെ മകൻ്റെ പേരും നേതാവിൻ്റെ പേരും ഈ കൊലയിലേക്ക് നയിച്ച മോട്ടീവും വ്യക്തമായി തന്നെ പറയും. അതോടൊപ്പം തന്നെ ഈ നേതാവിൻ്റെ വീട്ടിൽ ജിഷയുടെ അമ്മ 20 വർഷത്തിലധികം ജോലി ചെയ്തെന്ന് ജിഷയുടെ അമ്മയ്ക്കും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ADGP ശ്രീമതി സന്ധ്യ മുമ്പാകെ ഞാൻ മൊഴി നൽകും. നിഷേധിക്കാനാവാത്ത തെളിവുകൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ള 100% സത്യവും നീതിപൂർവവുമായി കേസിൻ്റെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇന്ന് നൽകുന്നതാണ്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണ സംഘം പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴി എടുക്കുന്നു. അതേസമയം പ്രതിയുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ C വഴങ്ങോട് അല്പസമയത്തിനകം ചേരും. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ആരോപണങ്ങൾ ഗൗരവമായി കണ്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനാണ് അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. പുതിയ നീക്കം ആരോപണ വിധേയനായ ഈ കോൺഗ്രസ് നേതാവിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാക്കും എന്ന് നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. എന്തായാലും മൊഴി വിശ്വസനീയമാണെന്ന് തോന്നിയാൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം PP തങ്കച്ചനെ ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കൂടി പോകുമോ എന്നുകൂടി നിലവിൽ അറിയേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി സമീർ C വഴങ്ങോട്. സമീർ, ഈ പുത്തൻപുരയ്ക്കലിന്റെ ആരോപണങ്ങൾ ഗൗരവമായി കണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ചതും മൊഴിയെടുത്തതും. പൂർത്തിയായോ നടപടിക്രമങ്ങൾ? അരുൺ, രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച മൊഴിയെടുക്കൽ ഇപ്പോഴും തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്നും അത് ഇന്ന് അന്വേഷണ സംഘത്തിന് നൽകും എന്നുമാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ മൊഴിയെടുക്കാൻ കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ പെരുമ്പാവൂരിലെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവിനും മകനും പങ്കുണ്ട് എന്നും ഇത് കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണ തനിക്കുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവരെ ഇന്ന് 10 മണിയോടുകൂടെ ആലുവയിലുള്ള പോലീസ് ക്ലബ്ബിൽ എത്താനും മൊഴിയെടുക്കാനും എത്തണമെന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മൊഴിയെടുപ്പ് രാവിലെ 10 മണിയോട് ആരംഭിച്ച മൊഴിയെടുപ്പ് തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും അത് ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, PP തങ്കച്ചനെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ തൊട്ട് അടുത്ത ദിവസമായിരുന്നു ജിഷയുടെ അച്ഛൻ പാപ്പു ഈ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ഒരു പരാതി നൽകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പാപ്പു തന്നെ വ്യക്തമാക്കിയത് PP തങ്കച്ചൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള സുനിലും ഒപ്പം കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഓഫീസറും അടങ്ങുന്ന സംഘം വന്നുകൊണ്ട് തന്നെ നിർബന്ധിച്ച് തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ പരാതി കൊടുപ്പിക്കുകയായിരുന്നു എന്നും ഇതിന് തനിക്ക് സുനിൽ 1000 രൂപ തന്നും എന്നും പാപ്പു പ്രതികരിച്ചിരുന്നു. അത്തരത്തിലുള്ള സംഭവം കൂടി നിലനിൽക്കുന്നു. അതോടൊപ്പം പാപ്പു
നൽകിയിട്ടുള്ള പരാതി അദ്ദേഹം ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരായിട്ടുള്ള നൽകിയിട്ടുള്ള ആ പരാതി പിൻവലിക്കുമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നാവ് അടക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ആരൊക്കെയോ ഇടപെടുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് പാപ്പു നൽകിയ പരാതിയെന്നും പാപ്പു തന്നെ അറിയാതെ സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയത് എന്നും അദ്ദേഹം സമീർ, ഒരു കാര്യം കൂടി കബളിപ്പിക്കും. ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെങ്കിലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഈ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴി വിശ്വാസയോഗ്യമാണ് എന്ന് അവർക്ക് അന്വേഷണ സംഘത്തിന് തോന്നിയാൽ സ്വാഭാവികമായും ഇവിടെ പി തങ്കച്ചനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ വളരെ പ്രധാനപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ പി തങ്കച്ചൻ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇങ്ങനെ ഒരു രാജേഷിയെ തനിക്കറിയില്ല എന്നും തൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വന്ന് ജോലിക്ക് നിന്നിട്ടില്ല എന്നുള്ളതുമായിരുന്നു പി തങ്കച്ചൻ നൽകിയിരുന്ന മൊഴി. എന്നാൽ ഈ ജോമോൻ പുത്തൻപുരയ്ക്കലും അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള പെരുമ്പാവൂരുള്ള പലരും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജേശ്വരി അതായത് ജിഷയുടെ അമ്മ പി തങ്കച്ചൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കയറുന്നതിന് മുമ്പും ജോമോൻ പുത്തൻപുരയ്ക്കൽ വ്യക്തമാക്കിയത് രാജേശ്വരി വളരെ ഏറെ കാലം പി തങ്കച്ചൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു, അതുമായി ബന്ധപ്പെട്ട തെളിവുകളും തൻ്റെ പക്കലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ രാജേശ്വരിയെ അറിയില്ല എന്നുള്ള പി തങ്കച്ചൻ്റെ വാദങ്ങൾ കള്ളമാണ് എന്നും അദ്ദേഹം പറയുന്നു. അത് കള്ളമാണ് എന്ന് തെളിയിക്കാവുന്ന തെളിവുകളും തൻ്റെ പക്കൽ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അത് ഇന്ന് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസയോഗ്യമായിട്ടുള്ള മൊഴികൾ തന്നെയാണ് തൻ്റെ പക്കലുള്ളതെന്നും അതിനുള്ള സാധൂകരിക്കുന്ന താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളുമായിട്ട് തന്നെയാണ് താൻ വന്നിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുമ്പോൾ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയായിരിക്കും ഇന്ന് അന്വേഷണ സംഘത്തിന് അദ്ദേഹം നൽകുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഒരു പക്ഷേ പി തങ്കച്ചനെയും മകനെയും ചോദ്യം ചെയ്തേക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അറിയിപ്പ് വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 10 മണിയോടുകൂടി ആരംഭിച്ച മൊഴിയെടുപ്പാണ് ഇപ്പോഴും തുടരുന്നത്. അരുൺ. സമീർ വഴങ്ങോട് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴി എടുക്കുന്ന നടപടിക്രമങ്ങൾ നിലവിൽ തുടരുകയാണ് പെരുമ്പാവൂരിൽ. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്താൻ കേരളത്തിലെ ഭരണമാറ്റം സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദുമ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട കെ കുഞ്ഞിരാമൻ. കേരള കേന്ദ്ര സർവകലാശാല ആസ്ഥാനമായ പെരിയ ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് കെ കുഞ്ഞിരാമൻ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി കെ സുധാകരനെ വാശിയേറിയ പോരാട്ടത്തിൽ 3800-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് CPIM-ലെ കെ കുഞ്ഞിരാമൻ വീണ്ടും ഉദുമയിൽ നിന്ന് നിയമസഭയിലെത്തുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPM സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വരുന്ന ഉദുമയിൽ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് കെ കുഞ്ഞിരാമൻ സാധിച്ചു. മുൻകാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധിക്കുമെന്ന വിശ്വാസമാണ് കെ കുഞ്ഞിരാമന്. കേരള കേന്ദ്ര സർവകലാശാലയുടെ നിർദ്ദിഷ്ട പദ്ധതിയായ മെഡിക്കൽ കോളേജ് പെരിയയിൽ സ്ഥാപിക്കുന്നതിനാണ് MLA എന്ന നിലയിൽ തന്റെ മുൻഗണനയെന്ന് കെ കുഞ്ഞിരാമൻ പറഞ്ഞു. സെൻട്രൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് വന്നില്ല. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് ഇടപെട്ട് നമ്മളെ മണ്ഡലത്തിലെ പെരിയയിൽ തന്നെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് നല്ല ശ്രമം നടത്താൻ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പൊതുപ്രവർത്തനത്തിനൊപ്പം നല്ലൊരു കൃഷിക്കാരൻ കൂടിയായ കെ കുഞ്ഞിരാമൻ ചെറുകിട ജലസേചന പദ്ധതികൾക്കും മുൻഗണന നൽകുന്നു. 2006-ലെ LDF സർക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയതും UDF സർക്കാർ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത ഉദുമ ടെക്സ്റ്റൈൽ മിൽ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യുവജനങ്ങൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കെ കുഞ്ഞിരാമൻ പറഞ്ഞു. 3 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വികസന മുന്നേറ്റത്തിനൊടുവിലാണ് LDF-ന് ഉദുമ നിയോജക മണ്ഡലം സുരക്ഷിത മണ്ഡലമായി മാറിയത്. ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കെ കുഞ്ഞിരാമൻ MLA-യുടെ ശ്രമം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്ന് 75ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. കൈരളി ഉത്സവ് 2016 തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും ഉത്സവം ഒരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75-ലധികം കലാകാരന്മാർ അണിനിരക്കും.
തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത, കൈരളി TV MD ജോൺ ബിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.